എടോ, ഞാനൊക്കെ ഈ സ്വന്തമായിട്ട് പാചകം തുടങ്ങിയ സമയത്തെ സ്ഥിരമായിട്ട് എൻ്റെ ഉമ്മാനോട് പോയി ഒരു പരാതി പറയുമായിരുന്നേ. അന്നത് എനിക്ക് വലിയൊരു പ്രശ്നവുമായിരുന്നേ. എന്താണ് ആ പരാതി എന്നല്ലേ? എനിക്ക് ഈ മുളകിട്ട മീൻകറി വെക്കുമ്പോൾ ഒട്ടും തിക്നെസ് ഇല്ല കറിക്ക്, ഗ്രേവിയൊക്കെ വെള്ളം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് എൻ്റെ ഉമ്മാനോട് ഞാൻ പരാതി പറയുമായിരുന്നു. അന്ന് എൻ്റെ ഉമ്മ എനിക്കൊരു പോംവഴി പറഞ്ഞു തന്നു അതിന്. അതിനുശേഷം ഞാൻ വെക്കുന്ന മീൻകറിയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ അത് എന്നെ പോലെ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി കാണിക്കുക കേട്ടോ. അതിന് വളരെ എളുപ്പവുമാണ്, എന്നാലും നല്ല തിക്ക് ഗ്രേവിയുള്ള മീൻകറി കിട്ടുകയും ചെയ്യും. അതിനാദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും 2 തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞങ്ങോട്ട് മാറ്റി വെക്കണം. പുളി എടുക്കുമ്പോൾ നമ്മളെ വാളം പുളി തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ അരച്ച് വെച്ച ആ തക്കാളിയുടെയൊക്കെ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് പുളിവെള്ളവും ചേർത്തും തിളപ്പിച്ച് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തും തിളപ്പിച്ചിട്ട് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീനിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി കിട്ടും. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്.